പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ വെള്ളിയാഴ്ച ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാതമന്നയുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഏവരെയും പ്രഭാതമന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങല ഇട്ടു. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് സഹസ്രാബ്ദവും പാപത്തിൻ്റെ അന്ത്യവും. ഇന്ന് ഭൂലോകത്തിൽ സകല ജനങ്ങളെയും അത് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന അഥവാ സത്യദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിയാണ് പിശാച് അഥവാ ദുരാത്മാവ് എന്നറിയപ്പെടുന്നത്. ഈ ദുരാത്മാവാണ് ഓരോ മനുഷ്യനെയും കൊണ്ടും അധർമ്മം ചെയ്യിപ്പിക്കുന്ന. സ്തോത്രം. ആമേൻ. ദൈവം, യഹോവയായ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ധർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ദുരാത്മാവ് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മനുഷ്യനെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതെ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം എന്ന് വചനം പറയുന്നു. ആമേൻ, സ്തോത്രം. ആരൊക്കെ പാപം ചെയ്യുന്നു അവര് എന്ത് ചെയ്യും? അവര് മരിക്കുവാൻ ഇടയായിത്തീരും. നാം എല്ലാവരും നമ്മുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നാം എല്ലാവരും പാപികളാണ്. എന്ത് കർമ്മം ചെയ്താലും നാം പാപത്തിൽ ഉരുവായി, പാപത്തിൽ ജനിച്ചു, അതെ, പാപത്തിൽ ജീവിക്കുന്നു. പാപത്തിൽ മരിക്കുകയാണെങ്കിൽ അതെ ലഭിക്കുന്നത് നിത്യ നരകമായിരിക്കും. സ്തോത്രം. എന്നാൽ ഈ സാത്താന്റെ വഞ്ചനയിൽ നിന്നും, ഈ ദുരാത്മാവിൻ്റെ ശക്തിയിൽ നിന്നും, ഈ പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതെ, ആ പാപത്തിൻ്റെ ശിക്ഷ ആരേറ്റെടുത്തു? കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നു. പാപത്തിൽ നാം മരിക്കേണ്ടടുത്ത് നമുക്ക് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട്, നമ്മുടെ ശാപങ്ങളെ വഹിച്ചുകൊണ്ട് താൻ മരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് എന്തുണ്ട്? അവർക്ക് രക്ഷയുണ്ട്. ഇവിടെ നാം വായിച്ച വേദവാക്യം ഇപ്രകാരമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം: അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 3-ാം വാക്യം: 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്ര ഇടുകയും ചെയ്തു. നോക്കണമേ, അനേക ജാതികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാത്താനെ ഒരിക്കൽ ദൈവം പിടിച്ച് എന്ത് ചെയ്യും? ചങ്ങലയ്ക്ക് ഇടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം: ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അതെ, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന, സകല ഭൂവാസികളെയും തെറ്റിച്ചു കളയുന്ന ആ മഹാസർപ്പം, ആ പിശാചിനെ എന്ത് ചെയ്തു? അവൻ ഭൂമിയിലേക്ക്
തള്ളിക്കളയുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ആ പിശാസാണ് ഇന്ന് ഈ ലോകത്തിൽ സ്തോത്രം അനേക ജനങ്ങളെ പാപത്തിലേക്ക് എന്ത് ചെയ്യുന്നു? വലിച്ച് ഇഴിച്ചുകൊണ്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നു. സ്തോത്രം. മത്തായി 24 അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. മത്തായി 24 അധ്യായം അതിൻ്റെ 24 വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് ഈ ലോകത്തിൽ അനേക കള്ളക്രിസ്തുക്കൾ ഉണ്ട്, അതോടൊപ്പം കള്ളപ്രവാചകന്മാരും എന്നുണ്ട്. ഇതൊക്കെയും ഏതാത്മാവാണ്? സാത്താന്റെ ആത്മാവിൽ അവിടെ എന്ത് ചെയ്യുന്നു? അവരെ പ്രവചിക്കുന്നു. അത് സ്തോത്രം. സാത്താന്റെ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? അവരെ പ്രവചിക്കുകയും ഒക്കെയും പല അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഒക്കെയും ചെയ്യുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് പറയും സ്തോത്രം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സ്തോത്രം. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയുന്ന ഒരു നാള് വരാൻ പോവുകയാണ്. സ്തോത്രം. എവിടെ ചെയ്യുന്നതൊക്കെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകുന്നു ചെയ്യുന്നത്. പക്ഷെങ്കിൽ അവിടെ ആരറിയുന്നില്ല, അവിടെ ക്രിസ്തു അറിയുന്നില്ല. സ്തോത്രം. അതെ. സ്തോത്രം. 2 തെസ്സലോനിക്കർ 2 അധ്യായം അതിൻ്റെ 9 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സ്തോത്രം. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? ഈ കള്ളക്രിസ്തുകള് കള്ളപ്രവാചകന്മാര് ചെയ്യുന്നത് എന്താണ്? അനീതിയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒറ്റവണ്ണം വ്യാജമായ സകല ശക്തിയോടും. അപ്പോൾ അവർ ചെയ്യുന്നത് ഏത് ശക്തിയില്ല? വ്യാജമായ ശക്തിയിൽ. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. സ്തോത്രം. അപ്പോൾ സ്തോത്രം എന്താണ്? വ്യാജമായ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ അവരെന്ത് ചെയ്യുന്നു? അവർ പ്രവർത്തിക്കുന്നു. പേരെന്താണ്? യേശുവിൻ്റെ പേരാണ് അവിടെ എടുത്തിരിക്കുന്നത്. സ്തോത്രം. പക്ഷേങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയുന്ന ഒരു നാള് വരാൻ പോവുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 13 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13 അധ്യായം അതിൻ്റെ 14 വാക്യത്തിൽ മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. സ്തോത്രം. ആമേൻ. അതേ. സ്തോത്രം. നമുക്കറിയാം. ആമേൻ. എബ്രായ ബാലന്മാരായ 4 പേര്. സ്തോത്രം. അവിടെ എന്ത് ചെയ്തു? സ്തോത്രം. അവിടുത്തെ രാജാവ് നിർത്തിയ ബിംബത്തെ അവരെന്ത് ചെയ്തില്ല? അവിടെ നമസ്കരിച്ചില്ല. സ്തോത്രം. കാരണം ബിംബത്തെ നമസ്കരിക്കുന്നത് പാപമാണെന്ന് അവർക്കറിയാം. സ്തോത്രം. അത് കൽപ്പന ലംഘനമാണെന്ന് അവർക്കറിയാം. സ്തോത്രം. ഏക സത്യ ദൈവമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. സ്തോത്രം. അപ്പോൾ ആ ഏക സത്യ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരു വിഗ്രഹങ്ങൾക്കും കൊടുക്കുവാൻ പാടില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ജീവനും സ്വാസ്ഥ്യവും നൽകുന്ന സൃഷ്ടാവായ ദൈവത്തിന് മാത്രമായിരിക്കണം നാം കൊടുക്കേണ്ട ആരാധന, ബഹുമാനം, മഹത്വം. ആമേൻ. അപ്പോൾ അത് കൊടുക്കാതെ സ്തോത്രം ഈ ബിംബങ്ങൾക്ക് അവയെ മഹത്വം കൊടുക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ആ ന്യായവിധിയിൽ നിന്നും ദൈവകോപ ആ ദിവസത്തിൽ നിന്നും മാറിപ്പോകുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും അപ്രകാരം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ബിംബങ്ങൾക്ക് കൊടുക്കുന്നുവെങ്കിൽ സ്തോത്രം, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. ആമേ. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സൃഷ്ടാവായ ദൈവത്തിലേക്ക് കടന്നു വാ. അങ്ങനെയെങ്കിൽ രക്ഷയുണ്ട്. ആമേ. സ്തോത്രം. ആമേ. യേശുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ
ആഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കർത്താവ് വചനം കേട്ട എല്ലാവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, വരാനിരിക്കുന്ന ആ ദൈവ കോപത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, അവരൊക്കെയും യേശുവിലേക്ക് നോക്കി ആമേ രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ പിതാവ് സഹായിച്ചാട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവ് സ്തോത്രം. ആമേ, എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമയുടെ പുതിയ നല്ല ദിവസം നേരുന്നു. ആമേൻ.